വോണ്ടർസ്കേപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഞാൻ ദിലീപ്. ഞങ്ങൾ ട്രാവൽ വീഡിയോസും നേച്ചർ വീഡിയോസും ബേർഡ് വീഡിയോസും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും അധികം നല്ല റെസ്പോൺസും ഏറ്റവും നല്ല വ്യൂസും അതുപോലെ ഫീഡ്ബാക്കും കിട്ടുന്നത് ഞങ്ങളുടെ ഫുട്ബോൾ വീഡിയോസിനാണ്. പെർട്ടിക്കുലർലി ലിവർപൂൾ സ്റ്റേഡിയം ടൂറും അതുപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്റ്റേഡിയം ടൂർസിൻ്റെ വീഡിയോസിന്. അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന പലരും ഞങ്ങൾക്ക് വേറെ കുറേ സ്റ്റേഡിയം ടൂർസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് തരാറുണ്ട്. അപ്പോൾ ഇത്തവണ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പിന്നിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണ്. ഓഫ് കോഴ്സ് മാഞ്ചസ്റ്റർ സിറ്റി ഫുട്ബോൾ ക്ലബിൻ്റെ സ്റ്റേഡിയം ടൂറിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ രാവിലെ ലിവർപൂളിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്ക് വന്നു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാർ പാർക്കിൽ കാറ് പാർക്ക് ചെയ്ത് ഒരു വാക്ക് വേ ഉണ്ട്. അവരുടെ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ മാനേജേഴ്സ് ആയിട്ടുള്ള ജോ മെഴ്സറിൻ്റെ പേരിലുള്ള ഒരു വാക്ക് വേ, വെരി ബ്യൂട്ടിഫുൾ വാക്ക് വേ. അതൊക്കെ ക്രോസ് ചെയ്ത് സിറ്റി ക്യാമ്പസിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം കാണുന്നത് ആക്ച്വലി അവരുടെ സിറ്റി സ്റ്റോറാണ്. അതിൻ്റെ ഇപ്പുറത്താണ് സ്റ്റേഡിയം. അപ്പോൾ എന്തായാലും ടൂറ് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. നമുക്ക് നോക്കാം അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ സ്റ്റേഡിയം ടൂറ് ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട് ടിക്കറ്റ്. അപ്പോൾ ഞങ്ങൾ വേഗം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പരിസരമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് എന്താ വെച്ചാൽ ഈ സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് തന്നെ അവരൊരു പിക്ചർ വാൾ പോലെയാണ്. അവരുടെ ടൈം ലൈൻ മുഴുവൻ അവർ കാണിച്ചിട്ടുണ്ട്. 1880 ഈ മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ ആദ്യത്തെ വേറൊരു പേരായിരുന്നു ആ സമയത്ത്. അങ്ങനെയാണ് അവർ തുടങ്ങിയത്. പിന്നെ 1894 അവർ മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറഞ്ഞിട്ട് പേരിൽ വന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ ചില ഇമ്പോർട്ടൻറ്റ് ടൈം ലൈൻ, രാജാവ് കിങ് ജോർജ് അറ്റൻഡ് ചെയ്തു ഉത്രേ സിറ്റി വേഴ്സസ് ലിവർപൂൾ ഒരു മാച്ച് 1920 ഫസ്റ്റ് ടൈമാണ് അത്ര ഒരു രാജാവ് ഒരു ഫുട്ബോൾ മാച്ച് കാണുന്നത്. അത് ഇവിടെ വെച്ച് അത് സിറ്റിയുടെ കളിയായിരുന്നു. അതുപോലെ ഇവർ ആദ്യം ഇവിടെ അല്ല കളിച്ചേർന്നത്. അവർ കളിച്ചേർന്നത് ഇതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ്. പിന്നെ 1923 മെയിൻ റോഡ് എന്ന് പറഞ്ഞ അവിടെയാണ് അവരുടെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നത് ഏകദേശം 80 കൊല്ലം. അപ്പോൾ അതിൻ്റെ പറ്റി ഇവിടെ അവർ കാണിച്ചിട്ടുണ്ട്. 1923 മൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് FA കപ്പ് 1934 ജയിച്ചു. ഫസ്റ്റ് ലീഗ് ജയിച്ചത് 1937 അപ്പോൾ അങ്ങനെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ ഹിസ്റ്ററി മുഴുവൻ ഈ വാളിൽ കാണിച്ചത്. അപ്പോൾ നമ്മൾക്ക് നേരത്തെ വന്നാലും അല്ലെങ്കിൽ വെറുതെ ഒരു ടൂറിസ്റ്റായിട്ട് വന്നാലും നമുക്ക് പുറത്തുനിന്ന് ഇതൊക്കെ കാണാം, ഇതൊക്കെ മനസ്സിലാക്കാം. നമുക്ക് നോക്കാം ഇനി വേറെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. ഇംഗ്ലീഷ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും പുരാതനമായ ക്ലബ്ബുകളിൽ ഒന്നാണ് മാഞ്ചസ്റ്റർ സിറ്റി. വെച്ചാലും അവരുടെ ഗോൾഡൻ എറ എന്ന് പറയുന്നത് 65 to 75 ആണ്. 1965 to 75 അപ്പോഴാണ് അവർ FA കപ്പ് കുറേ ജയിച്ചു. പിന്നെ 1970 യൂറോപ്യൻ കപ്പ് വിന്നേഴ്സ് കപ്പ് ജയിച്ചു. അങ്ങനെ കുറേ വിജയങ്ങൾ അവർക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും ഇവിടെ കാണാം നമുക്ക്. 1970s നല്ല കാലം കഴിഞ്ഞിട്ട് എനിക്കൊണ്ട് 80s വളരെ മോശമായിരുന്നു. ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റ് ആണെന്നാണ് പറയേണ്ടത്. എന്താ വെച്ചാൽ ഫസ്റ്റ് ഡിവിഷനിൽ ചിലപ്പോൾ റെലിഗേറ്റ് ചെയ്ത് സെക്കൻഡ് ഡിവിഷനിലേക്ക് പോവുക, അതൊക്കെയാണ് നടന്നിരുന്നത്. 96 റെലിഗേറ്റ് ചെയ്ത് വീണ്ടും സെക്കൻഡ് ഡിവിഷനിലേക്ക് പോയി. 98-9 2000 they went to the third division. ആക്ച്വലി അത് റെക്കോർഡാണ്. ഒരു യൂറോപ്യൻ കപ്പ് വിന്നർ അവനോൻ്റെ കൺട്രിയിൽ 3rd ഡിവിഷനിൽ കളിക്കുന്നത്. നല്ല കാലം പിന്നെ അവരുടെ തുടങ്ങിയത് 2008 മാഞ്ചസ്റ്റർ സിറ്റിയെ അബുദാബി ബേസ്ഡ് ഗ്രൂപ്പ് ടേക്ക് ഓവർ ചെയ്യാണ് അവിടുത്തെ ഷേഖ് മൻസൂർ. എന്നിട്ട് 2008-9 ഭയങ്കര ഒരു എഫേർട്ട് നടത്തി കുറേ കാശ് ഇതിലിട്ട് നല്ല പ്ലെയേഴ്സിനെ അവർ പർച്ചേസ് ചെയ്യുക. പിന്നെ 2011, 12, 13 ആകുമ്പോഴേക്കും അവർ വീണ്ടും FA കപ്പ്, അതിൻ്റെ ഇടയിൽ 1-2 തവണ പ്രീമിയർ ലീഗ് ജയിച്ചു. പിന്നെ നമ്മൾ പറയേണ്ടത് ഈ 2016 പെപ്പിൻ്റെ ഒരു സമയമാണ്. ഇപ്പോൾ കഴിഞ്ഞ 5 കൊല്ലത്തിൽ എനിക്കോട് 3-4 തവണയാണ് അവർ പ്രീമിയർ ലീഗ് ജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിൽ 5 തവണ പ്രീമിയർ ലീഗ് ജയിച്ചിട്ടുണ്ട്. 2018-19 പറയുകയാണെങ്കിൽ ഭയങ്കര വലിയൊരു ഹൈലൈറ്റാണ്. ഇംഗ്ലണ്ടിലെ 4 ലോക്കൽ കപ്സും ഇവരിവിടെ ജയിച്ചു. പ്രീമിയർ ലീഗ്, FA കപ്പ്, കറോബോ കപ്പ്, കമ്മ്യൂണിറ്റി ഷീൽഡ്. ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇവരിവിടെ ഇതിനെ ഫോർമിഡബിൾസ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല രസമാണ്. ഈ പുറത്തുനിന്ന് തന്നെ നമുക്ക് എന്തൊക്കെയാണ് നടന്നതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. നമുക്ക് എന്തായാലും നീ അകത്ത് പോയാലും നമുക്ക് കുറേയൊക്കെ ഇതിനെ പറ്റി കാണാമല്ലോ.
ഈ സ്റ്റേഡിയത്തിൻ്റെ പേര് ആക്ച്വലി സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ സ്റ്റേഡിയം എന്നാണ് ആയിരുന്നത്. ഇത് ആക്ച്വലി 2002 കോമൺവെൽത്ത് ഗെയിംസ് മാഞ്ചസ്റ്ററിൽ വെച്ചാണ് നടന്നത്. അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്റ്റേഡിയമാണ്. അപ്പോൾ ഈ 2002 ഗെയിംസ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഡൗട്ടിൽ വന്നപ്പോഴാണ് മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ പഴയ മെയിൻ റോഡ് ഗ്രൗണ്ടിൽ നിന്ന് അവർ ഈ സ്റ്റേഡിയത്തിലേക്ക് വരികയാണ് ചെയ്തത്. ഈ പ്രോപ്പർട്ടി ഇപ്പോഴും മാഞ്ചസ്റ്റർ സിറ്റി കൗൺസിലിൻ്റെ തന്നെയാണ്. മാഞ്ചസ്റ്റർ സിറ്റി ക്ലബ്ബ് മാഞ്ചസ്റ്റർ കൗൺസിലിൻ്റെ അടുത്തുനിന്ന് റെൻറ്റ് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായത് 250 കൊല്ലത്തിൻ്റെ ലീസാണ് 2010 വീണ്ടും സൈൻ ചെയ്തത്. 4.5 മില്യൺ റെൻ്റാണ് കൊടുക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസിന് നടന്നതിൻ്റെ ഒരു ചെറിയൊരു പ്ലാക്ക് ഉണ്ട്. നമുക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗോൾഡ് വിന്നേഴ്സിൻ്റെ ഒക്കെ പറ്റി. അപ്പോൾ നമുക്ക് ഇന്ത്യക്കാരുടെയൊക്കെ പലരുടെയും പേര് ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ വിൻസെൻ്റ് കമ്പനീനെ കുറിച്ചൊരു ചെറിയ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ലെജൻഡറി പ്ലെയറാണ് മാഞ്ചസ്റ്റർ സിറ്റി സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അദ്ദേഹത്തിന് ഓണർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സ്റ്റാച്യു ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എന്താ പറയുക, സ്റ്റേഡിയത്തിലെ ഒരു ന്യൂ എഡിഷനാണ് അത്രേ. ഈയിടെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് അടുത്തുനിന്ന് കാണാം. ഇത് ദാവിഡ് സിൽവയുടെ സ്റ്റാച്യു ആണ്. ലെജൻഡറി പ്ലെയർ ആണ്. അവരുടെ റീസെൻറ്റ് വിക്ടറി അല്ലെങ്കിൽ സക്സസിന് പിന്നിൽ പ്രവർത്തിച്ച ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ടാണ്. ഇൻഫാക്ട് അറൗണ്ട് 28 ട്രോഫീസ് ഇവർ ജയിച്ചതിൽ, മേജർ ട്രോഫീസ് ഇവർ ജയിച്ചതിൽ ഞാൻ നോക്കിയപ്പോൾ 16 എണ്ണം ഈ 2008 മുതൽ ഇങ്ങോട്ടാണ് അവർ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അതായിരിക്കാം ഈ രണ്ട് കമ്പാരേറ്റീവ്ലി റീസെൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ അവർ ഇവിടെ എന്താ പറയുക ഒരു ട്രിബ്യൂട്ട് പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. വേറെ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും അല്ലെങ്കിൽ ലിവർപൂളിലൊക്കെ കുറേ പഴയ കാലത്തുള്ള പ്ലെയേഴ്സിനെയാണ് അവർ ഇതുപോലെ സ്റ്റാച്യു അല്ലെങ്കിൽ മെമ്മോറിയലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു യുണീക്ക് ഫാക്ടറായിട്ട് തോന്നി. ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ സ്റ്റേഡിയം മുഴുവൻ പുറത്തുനിന്ന് ചുറ്റിക്കണ്ട് കഴിഞ്ഞിരിക്കണമെന്ന് തോന്നുന്നു. നമ്മുടെ ടൂർ സ്റ്റാർട്ട് ആകാറായി. നമുക്ക് പോയി നോക്കാം സ്റ്റേഡിയം ടൂറിൽ എന്തൊക്കെയാണ് ഉണ്ടാവണതെന്ന്. പോവല്ലേ? Where have you come from today then? We come from Liverpool. From Liverpool? Yeah. അപ്പോൾ നമ്മളവിടെ ടിക്കറ്റൊക്കെ കാണിച്ച് എൻട്രി കിട്ടി നമുക്ക് ടൂറിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമ്മളൊരു റിസപ്ഷൻ ഏരിയയിലാണ് വന്നത്. അവിടെ എത്തിയപ്പോൾ നമുക്ക് അവരൊരു ഓഡിയോ ഗൈഡ് തന്നു. ഓഫ് കോഴ്സ് ലൈവ് ഗൈഡ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഓഡിയോ ഗൈഡായിട്ട് അവർ കാര്യങ്ങൾ പറയും. അതാണിത്. ഇത് നമുക്കിവിടെ കുറേ എക്സിബിറ്റ്സ് ഒക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ആക്ച്വലി സ്റ്റേഡിയത്തിൻ്റെ മോഡലുണ്ട്. അതുകൂടാതെ അവർ ഇവിടെ ക്രസ്റ്റിൻ്റെ ഹിസ്റ്ററി എൻ്റെ ഒരു ഷോ ചെയ്യുന്നുണ്ട്. കാരണം ഓവർ ദ ഇയേഴ്സ് ഡിഫറെൻറ്റ് ക്രസ്റ്റ് ഉണ്ടായിട്ടുണ്ട് മാൻ സിറ്റിക്ക്. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇവിടെ ഫോർമിഡബിൾസ് എന്ന് പറഞ്ഞിട്ടൊരു എക്സിബിറ്റ് ഉണ്ട്. 1819 4 ഇമ്പോർട്ടൻറ്റ് ഡൊമസ്റ്റിക് ചാമ്പ്യൻഷിപ്സ് അവർ ജയിച്ചു. അത് ഇംഗ്ലീഷ് ഹിസ്റ്ററിയിൽ, ഫുട്ബോൾ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറബിലിയാണ് ഇവിടെ. Going to make sure you have a really good time going around the stadium today. Let's begin. അപ്പോൾ ഈ ടൂറിൻ്റെ സ്റ്റാർട്ടിൽ അവർ ആദ്യം നമ്മളൊരു 7 മിനിറ്റ് മൂവി കാണിച്ചു. മാഞ്ചസ്റ്റർ സിറ്റി ഫുട്ബോൾ ക്ലബിൻ്റെ ഹിസ്റ്ററിയുടെ ഒരു ക്വിക്ക് റൗണ്ട് അപ്പ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ അവർ അതിൽ നമുക്ക് പറഞ്ഞു തന്നു. ഇനി നമ്മൾ പ്രൊസീഡ് ചെയ്യണം ടൂറായിട്ട്. Yep. Let's go for it then. Are you looking forward to the tour? Yeah. Okay, let's go for it. Thank you. Great, thank you. Just the square over there. That's lovely. Thank you. അപ്പോൾ ഈ ഏരിയയിലാണ് ഹോം ടീം വരിക മാച്ച് ഡേയുടെ. മാച്ച് തുടങ്ങുന്നതിന് 90 മിനിറ്റ്സ് മുമ്പ് ഇവിടെ വരും. എന്നിട്ട് ഇവിടെ അവർക്ക് ലൈറ്റായിട്ടൊരു മീൽസ് അവർ പ്രൊവൈഡ് ചെയ്യും. ഒബ്വിയസ്ലി ഹോം ടീമിന് നല്ല 5 സ്റ്റാർ ട്രീറ്റ്മെൻറ്റാണ്. അതിലും കുറച്ചൊരു ഇത് കുറഞ്ഞ ഇതാണ് ഒപ്പോണൻസിന് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അവേ ടീമിൻ്റെ ഡ്രസ്സിങ് റൂമിലാണ് ഇരിക്കുന്നത്. വേറെ മിനിമം ഫെസിലിറ്റി ഉള്ളൂ കേട്ടോ. ഒരു സീറ്റുണ്ട്, ഒരു ഷെൽഫുണ്ട്, അത്രേ ഉള്ളൂ.
ഒബ്വിയസ്ലി എല്ലാ സ്റ്റേഡിയത്തിലും ഇങ്ങനെ തന്നെയാണ്, ഫെസിലിറ്റീസ് മുഴുവൻ ഹോം ടീമിനാണ് കൊടുക്കാമല്ലോ. ഇത് ഇവിടുത്തെ അവേ ടീമിൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ റൂമാണ്. അവിടെ 5-6 കട്ടിലുകളും പിന്നെ കുറച്ച് എക്സസൈസ് മെഷീൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. UEFA സ്റ്റാൻഡേർഡ്സ് പ്രകാരം വൺ ഓഫ് ദി ബെസ്റ്റ് റേറ്റഡ് അവേ ഡ്രസ്സിംഗ് റൂംസ് ആണ് ഇത്രയും മാഞ്ചസ്റ്റർ സിറ്റിയിലെ. നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റി പ്ലെയേഴ്സിൻ്റെ ജിമ്മിൽ നിന്ന് ഈ ഡ്രസ്സിംഗ് റൂം കാണാൻ പോവാണ്. വാവ്. അപ്പോൾ നമ്മൾ ഹോം ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിലാണ്. നല്ല സർക്കുലർ ഷേപ്പിലാണ് എല്ലാ പ്ലെയേഴ്സിൻ്റെയും ഷർട്ട്സ് ഇവിടെ തൂക്കിയിട്ടുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് എന്താണെന്ന് വെച്ചാൽ പ്ലെയേഴ്സ് എവിടെയാണ് ഇരിക്കുക എന്നുള്ളതൊക്കെ പെപ്പാണ് അത്ര തീരുമാനിക്കുക. അപ്പോൾ അതിനനുസരിച്ചാണ് ഇവിടെ ഷർട്ട്സ് മുഴുവൻ അവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, ആക്ച്വലി ക്വൈറ്റ് ഗുഡ്. പിന്നെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, സം ആർ ബോൺ ഹിയർ, സം ആർ ഡ്രോൺ ഹിയർ, ബട്ട് വി ഓൾ കോൾ ഇറ്റ് ഹോം. അങ്ങനെ ഇൻസ്പിറേഷണൽ മെസ്സേജസും ഉണ്ട് ഇവിടെ. New rail seats. We've also got a lot of fun introducing rail seating now. And also this new LED signage around the pitch you can see. അപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൽ അത് ആ പിച്ചിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഗൈഡ് നമുക്ക് സ്റ്റേഡിയത്തിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ പറഞ്ഞു തന്നു. 55,000 അടുത്താണ് കപ്പാസിറ്റി. പിന്നെ കോമൺവെൽത്ത് ഗെയിംസിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റേഡിയം തുടങ്ങിയത്. ക്വീൻ എവിടെയാണെന്ന് ഉദ്ഘാടനം ചെയ്ത്, പിന്നെ പ്രമുഖരായ ആൾക്കാർ വന്നാൽ എവിടെ ഇരിക്കുക, കമൻറ്റേറ്റേഴ്സ് എവിടെ ഇരിക്കുക, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ പറഞ്ഞു തന്നു. We also very strategic though house our loudest singing fans next to our away fans, so we can out sing. ഇത് ഹോം ടീമിന്റെ ഡഗൗട്ട് ആണ്. പെപ്പിന്റെ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. നല്ല സ്റ്റേഡിയത്തിൽ വന്ന് ഇങ്ങനെ ആകെ അന്തമിട്ടിരിക്കണം. ഹ്യൂജ് സ്റ്റേഡിയം, എക്സൈറ്റിംഗ്. ആ ഒരു മാച്ച് ഡേയിൽ ഇവിടെ വന്നാൽ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാം. അത്ര അടിപൊളി. അപ്പോൾ അത് മൂന്നാമത്തെ ഫുട്ബോൾ സ്റ്റേഡിയമാണ് ഞങ്ങൾ ടൂർ ചെയ്യണത്. ലിവർപൂൾ ചെയ്തിട്ടുണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഏകദേശം ഒരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. കളേഴ്സും ബ്രാൻഡും അതൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ഇത് അവേ ടീം ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് നോക്കാം. നല്ല ഏറിയടാ, നല്ല രസമുണ്ട്. എന്തായാലും ആ മാച്ച് ഡേയുടെ അന്ന് ഇവിടുത്തെ എന്തോ ഒരു എക്സൈറ്റ്മെൻറ്റും ബഹളവും. ഏത് ടീമാ ഓപ്പോണന്റ്? ഷോ യുവർ ക്രെസ്റ്റ്. പിന്നെ നമുക്ക് പ്രസ് കോൺഫറൻസ് റൂം കാണാൻ പോവാം. Please come in, sir. You go middle to the back of the press conference room, please. Get the middle alleyway clear. Holly on that, good Christmas one. Thank you, Pep. That's it. Perfect. Thank you. There we go, you're over. You're welcome, you're welcome. Okay then, brilliant. Champions League games, all this city advertisement you see has to be covered over. My name is Steve,
My colleague's name is Graham. If you've not enjoyed the tour, it's Phil and Gary Neville. Come back again. Thank you very much for your time. Thank you. Thank you. Thanks a lot. Thank you. It was Cheers. nice. നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റി ഫുട്ബോൾ ക്ലബിൻ്റെ സ്റ്റേഡിയം ടൂർ കഴിഞ്ഞ് തിരിച്ചെത്തി. ഓൾമോസ്റ്റ് 90 മിനിറ്റ്സ് ഉണ്ടായി ടൂറ്. കുഴപ്പമില്ല, നല്ല എന്താ പറയുക, ആസ് എക്സ്പെക്റ്റഡ്. ഇപ്പോൾ 2-3 എണ്ണമായി നമ്മൾ ചെയ്യണു. അപ്പോൾ അതുപോലൊക്കെ തന്നെ എൻജോയബിൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. 90 മിനിറ്റ്സിൽ നമുക്കായിട്ട് സമയം കുറവാണ്. എന്താ വെച്ചാൽ ഗൈഡ് ഇങ്ങനെ കൊണ്ടുപോവാണ് ഒരു ഏരിയയിൽ നിന്ന് മറ്റേ ഏരിയയിലേക്ക്. അപ്പോൾ നമുക്ക് 35 പേരുണ്ടാകുമ്പോൾ നമ്മളെ പേഴ്സണൽ സ്പേസ് നമുക്ക് കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് ആ ഡ്രസ്സിംഗ് റൂമിൽ നമുക്ക് വല്ല കുറേ ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് വല്ലതും പറയണം, ഇപ്പോൾ വ്ളോഗ് ചെയ്യണം, 2 വാക്ക് പറയണമെങ്കിൽ സമയം വളരെ കുറവാണ്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് കുറച്ചൊരു ഹറീഡാണ്. നമുക്ക് അങ്ങനെ മുഴുവൻ കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അവരെ കുറ്റം പറയില്ല. ഫോട്ടോ എടുക്കാം, നിങ്ങളിതാ കുറേയൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫീഡ്ബാക്ക് എന്തായാലും അതിനെ പറ്റി തരിക. പിന്നെ ഞങ്ങൾ ബിഗ് 6 എന്ന് പറയുന്ന പ്രീമിയർ ലീഗിലെ ലിവർപൂൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ആയി സ്റ്റേഡിയം ടൂർ മലയാളത്തിൽ. ഇനി 3 എണ്ണം കൂടി ബാക്കിയുണ്ട്. ചെൽസി, ആർസണൽ, ടോട്ടനം. അപ്പോൾ അതും കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫുട്ബോൾ ഫാൻസ് ആണെങ്കിൽ തീർച്ചയായും ഇനി വരുന്ന എന്താ പറയുക സ്റ്റേഡിയം ടൂർസും അതുമാതിരിയുള്ള എക്സ്പീരിയൻസസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. പിന്നെ ഞങ്ങളുടെ മുമ്പത്തെ വീഡിയോസ്, എസ്പെഷ്യലി ലിവർപൂൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഇതൊക്കെ ഞങ്ങൾ നല്ല വിശദമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ ഫുട്ബോൾ ക്ലബ്ബ്, ഈ പറഞ്ഞ 5-6 അല്ലാതെ വേറെ ഏതെങ്കിലും ക്ലബ്സ് ഞങ്ങൾ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യൂ കമൻറ്റ് ബോക്സിൽ. ഞങ്ങൾ ടൈം കണ്ടെത്തി അത് തീർച്ചയായും ചെയ്യുന്നതാണ്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഈ 10-15 മിനിറ്റിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് പറയാനോ കാണിക്കാനോ സമയമില്ല. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ബ്ലോഗും ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾ അതും കൂടിയും ഒന്ന് വായിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. www.wonderscapes365.com എന്നാണ് സൈറ്റിൻ്റെ അഡ്രസ്സ്. അപ്പോൾ അതും കൂടി ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. അപ്പോൾ അത് നോക്കിക്കോളൂ. ഡെഫിനറ്റ്ലി. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ വേറൊരു വ്ളോഗുമായിട്ട് വരാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.